ഒരു മൈൻക്രാഫ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഹാർഡ് കോർ ഡെഡായിട്ട് നമ്മൾ തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ പുതിയ സീരീസാണ് കേസ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ സ്പോണായത് നമ്മൾ നേരെ അങ്ങോട്ടോ. പിന്നെ കേസ് ഇത് ഹാർഡ് കോർ സീരീസ് നല്ല നേരെ ഒരു സർവൈവൽ സീരീസാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ വില്ലേജുള്ള അയലിലോട്ട് പോവാം. ഓക്കെ, ഇവിടെ ഞാൻ എത്തിയിട്ടുണ്ട്. ഇത് തന്നെ കേസിലുള്ള സ്ഥലം. ഇവിടെയാണ് നമ്മുടെ ബേസൊക്കെ നമ്മൾ കെട്ടാൻ പ്ലാനുള്ളത്. ഏരിയ മാറിയാ ഇത് വില്ലേജ് നമുക്ക് പോകേണ്ട വില്ലേജ് ഇതല്ലല്ലോ. 2 വില്ലേജ് ഉണ്ട്. അതിൽ നമ്മുടെ ഇത് വില്ലേജ് ഇപ്പോൾ അതല്ല കേസ്. എപ്പോഴും ഞാൻ വീട്ടിൽ തുടങ്ങുമ്പോൾ ഈ വില്ലേജിലല്ലേ തുടങ്ങുന്നത്. വേറൊരു വില്ലേജ് ഉണ്ട്, അതിനകത്താണ് പോയി തുടങ്ങല്. അതുകൊണ്ട് ആ വില്ലേജ് കാണുന്നില്ലല്ലോ. ചേട്ടന് കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഞങ്ങളുടെ സ്ഥലം കണ്ടുപിടിച്ച് നമ്മൾ സ്പോണായത് ഇവിടെ തന്നെയായിരുന്നു. അതാണ് സംഭവം. നേരെ പോയിട്ട് നമ്മുടെ ടൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാതായിട്ട് നമുക്ക് അവിടെ വന്നിട്ട് വില്ലേജൊക്കെ ലൂട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമുക്ക് 2 ഗോളുള്ളൂ. ഒന്ന് നമ്മൾ ടൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക, രണ്ടാമത് നമ്മുടെ വന്നിട്ട് വില്ലേജ് ലൂട്ട് ചെയ്യാം. നമ്മൾ ജാവയ്ക്കകത്താണ് സീരീസ് തുടങ്ങുന്നത്. പക്ഷേ ജാവ എനിക്കെന്തൊരു മീൻസ് ലോഞ്ചറാണ്. അതുകൊണ്ട് ഈ സ്ക്രീൻ റെക്കോർഡിങ് ആപ്പ് സ്ക്രീൻ റെക്കോർഡ് ആപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിയാക്കാൻ പറ്റില്ല. എൻ്റെ ലാപ്പ് എന്തായാലും ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. അത് കിട്ടുമ്പോൾ നമുക്ക് ജാവയിലത്തെ സീരീസ് തുടങ്ങാൻ കഴിയും. ഗ്യാസിൽ ഇൻവെർട്ടറിലോട്ട് വരുന്നില്ല, ഞാൻ കളയാൻ പോകാൻ. ഓക്കെ നമുക്കിനി ഇവിടുന്ന് മരമൊക്കെ കൊടുത്തിട്ട് നമ്മൾ ടൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഒരു സിംഗിൾ മരം ഓക്കെ സെറ്റാണ്. അതുകൊണ്ട് നേരെ പോയിട്ട് ടൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ടൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഫസ്റ്റ് നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ എന്നിട്ട് ഇവിടെ വെക്കുക. എന്നിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് പിക്കാക്സ് ഇവിടെ നമുക്ക് സ്റ്റോൺ യൂസ് എടുക്കാം. സ്റ്റോൺ എത്തില്ല. സ്റ്റോൺ കേസ് ഫുള്ള് മൈൻഡ് ചെയ്ത് എടുക്കണം. എന്നാണ് നമുക്ക് ടൂൾസൊക്കെ ഉണ്ടാകുള്ളൂ. നമുക്ക് ഈ ബിക്കേഴ്സ് കൂടുന്നവർ സ്റ്റോണൊക്കെ മൈൻഡ് ചെയ്യാം. ഈ പിക്കാക്സ് പൊട്ടുന്നത് നമുക്ക് മൈൻഡ്. ഇവിടെ കോപ്പറൊക്കെ ഉണ്ട്. കോപ്പറൊക്കെ നമുക്ക് എടുത്തിട്ട് കംപ്ലീറ്റ് ആർമറൊക്കെ ആവുന്നതാണ്. നമ്മൾ കുറേ പ്രിപ്പറേഷൻസൊക്കെ ഇവിടെ വെച്ച് ചെയ്യാൻ കഴിയും. നമ്മൾ വീടുണ്ടാക്കുന്ന സ്ഥലമൊക്കെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ വെറുതെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. എൻ്റെ വേൾഡ് കംപ്ലീറ്റ് ആയ സമയത്ത് അത് ഈ ഫീൽഡിലായിരുന്നു. ഫുള്ളായിട്ടൊന്നുമല്ല, ഞാൻ സിംഗിളായിട്ട് കളിച്ചാണ്. ഇടയ്ക്കാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിനകത്ത് വീഡിയോ ഇട്ടത്. പക്ഷേ ഇത് പ്രോപ്പറായിട്ട് എല്ലാം ഇവിടേക്കകത്ത് തന്നെ കാണിച്ചിട്ട് ചെയ്യുന്ന സെറ്റപ്പാണ്. ആദ്യം പറഞ്ഞ വീഡിയോയിൽ അവിടെ തന്നെയാണ്. അപ്പോൾ എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്കിപ്പോൾ ഇവിടെ നമ്മുടെ ഐറ്റംസൊക്കെ സെറ്റാക്കിയിട്ട് നമുക്ക് വീട് വെക്കാൻ പതുക്കെ അങ്ങോട്ട് പോയാൽ എല്ലാം സെറ്റാക്കിയിട്ട് അത് നമ്മൾ കല്ല് കളക്ട് ചെയ്ത് വന്നു. നമുക്കിനി പോയിട്ട് ടൂൾസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് ആവശ്യമായ സാധനങ്ങൾ ഇവിടെ കയറ്റി വെച്ചിട്ട് ഫസ്റ്റ് ഒരു പിക്കാക്സ് സ്റ്റോൺ ഇതാക്കണം. ഇത് ആക്സ്, വീണ്ടും സ്റ്റിക്ക് വേണം, ഷവല്, ഇതിവിടെ
തീർന്നിട്ടില്ല, പരിപാടി തീർന്നിട്ടില്ല. നമുക്കിനി ഒരു ഇതുണ്ടാക്കണം. ഒരു എന്താ പറയുക, ഫർണസ് ഉണ്ടാക്കണം. ഫർണസ് വെച്ചിട്ട് നമുക്ക് വില്ലേജിൽ പോയിട്ട് ഒരു ബെഡ് എടുത്തുകൊണ്ട് വരണം ഗൈസ്. ബെഡ് ഈ ബെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി നമ്മൾ ഈ കോപ്പറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുഡ് ഇതാക്കുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക, ചത്തിട്ട് റീസ്പോൺ ആവണമെങ്കിൽ ഇത് പറ്റും. കീപ്പിന് കൊണ്ട് ഉണ്ടല്ലോ, അതാണൊരു ബെറ്റർ. അപ്പോൾ നമുക്ക് ഈ ഭരണത്തിനകത്ത് കത്തിക്കാൻ ഫ്യൂലായിട്ട് ഈ സാധനം തന്നെ മതി. ഈ സാധനം കുറേ ചെയ്താൽ മതി, കിട്ടും. അപ്ഡേറ്റിൽ ഒരു വർഷമായി കേസ് അപ്ഡേറ്റ് ആയിട്ട് 6 വർഷമായി അപ്ഡേറ്റ് വന്നു പോയത്. നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. നമുക്ക് ടോർച്ച് വേണമെങ്കിൽ കോളില്ലാത്തതുകൊണ്ട് കോള് മൈൻഡ് ചെയ്തില്ല നമ്മൾ. അതുകൊണ്ട് വുഡ് വെച്ചിട്ട് നമ്മൾ കണക്കിനകത്ത് കത്തിക്കും. ചാർക്കോൾ കിട്ടും. അപ്പോൾ ചാർക്കോൾ വെച്ച് നമ്മൾ ടോർച്ച് ഉണ്ടാക്കിയിട്ട് കോപ്പർ മൈൻഡ് ചെയ്യും. ഈ നിലനിർത്തി വീണെടുക്കുന്ന വരാൻ പോട്ടെ. എൻ്റെ എനർജി ഇല്ല ഫുഡ് കാര്യമുണ്ട്. ഫുഡ് നമുക്ക് ഇല്ലേന്ന് കിട്ടും. പക്ഷെ നമ്മൾ ആദ്യം ആർമറൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഫുഡ് ഒപ്പിക്കാനാണ് പ്ലാൻ. അപ്പോൾ കേസ് നമുക്കൊരു കാര്യം ചെയ്യാം. ആർമർ ഒപ്പിക്കുന്നതും എന്താ പറയുക, ഫുഡ് ഒപ്പിക്കുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ളതൊക്കെ നമുക്ക് അടുത്തെത്തിക്കാൻ ചെയ്യാം. അല്ലെങ്കിൽ വീഡിയോ കുറേ ലോങ് ആയിരിക്കും. അപ്പോൾ 21 സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ 21 സ്മെൽറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള വുഡ് പ്ലാൻസ് കൊണ്ട് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് സ്മെൽറ്റായി കിട്ടിയാലേ നമുക്ക് കാര്യം നടക്കുള്ളൂ. അതുകൊണ്ട് സ്മെൽറ്റായി കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വരെ ഇപ്പോൾ 7 സ്മെൽറ്റായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഹങ്ങറൊക്കെ ഫുള്ളാണ്. ഞാനിപ്പോൾ ചത്തിട്ട് വന്നുള്ളൂ. നമുക്കിത് എടുത്തിട്ട് പറ്റുന്ന അത്രയും കൊണ്ട് ഇവിടെ നമുക്ക് എന്താ പറയുക, ഇത് 28 വർഷം ഉണ്ടാകത്തില്ല, 28 ഉണ്ടാക്കുക. ബാക്കി സമയം സ്മെൽറ്റായി വരട്ടെ. കോപ്പർ ഓക്കെ കോപ്പറൊക്കെ വേണ്ടി മൈൻഡ് എടുക്കാം. ഈ കോപ്പർ ബേസിക്കലി അത്ര ഉപയോഗമൊന്നുമില്ല. ഞാൻ ഗെയിമിലോട്ട് ആഡ് ചെയ്തപ്പോൾ പിന്നോട്ട് ഇവിടെ ഇതെല്ലാം സെറ്റായി തിരിച്ചു പോവാം. നമുക്കിനി ഇവിടെ കിടന്നുറങ്ങും. നൈറ്റായി അതിൻ്റെ സീനാവന്മാർ വരും, ഓബിയസ് വരും. നമുക്കിനി വുഡ് വെച്ചിട്ട് ഇത് ഇങ്ങോട്ട് ആഡ് ആയി കൊടുത്ത് 62 ആക്കിയിട്ട് ഇത് വെച്ച് കൊടുക്കാം. മുപ്പത്തിരണ്ടെണ്ണം അല്ല ബേസിക്കലി, അത് ഇത് വെച്ച് സെറ്റപ്പ് ചെയ്യാൻ മതി. ഇങ്ങനെ ഫുഡൊക്കെ ഒപ്പിച്ചിട്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് നമ്മുടെ ബേസൊക്കെ ഉണ്ടാക്കുന്ന അല്ല് കൊണ്ട് നോക്കും. പിന്നെ അവിടെ നമുക്ക് പതുക്കെ മരുന്നേരൊക്കെ സെറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് പതുക്കെ ബേസ് നിലക്ക് കൊണ്ടുവരാം. ആർമറൊക്കെ നമ്മളിവിടെ നിന്നാണ്. ഈ ആർമറൊക്കെ ആവുന്ന സമയം കൊണ്ട് പോയിട്ട് നമുക്ക് വില്ലേജിൽ എന്താ പറയുക, ഫുഡൊക്കെ എടുത്തുകൊണ്ട് വരാം. വില്ലേജ് ലൂട്ട് ചെയ്യുന്നതല്ല, ഫുഡൊക്കെ എടുത്തുകൊണ്ട് വരാം. വില്ലേജ് ലൂട്ട് ചെയ്ത് നമുക്ക് അടുത്ത എപ്പിസോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കണ്ടൻറ്റും ഉണ്ടാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ ടൈമും കറക്റ്റായിട്ട് വരികയും ചെയ്യും. കറക്റ്റായിട്ട് വീഡിയോ ഇടാനും പറ്റും. ഫുഡ് ഇവിടെ ഹേവേൽ ഉണ്ടാവുന്നത്. ഹേവേൽ അതെ ഹേവേൽ. ഇവിടെ ഹേവേൽ ഉണ്ട്. ഹേബേല് 17 ഹേബേൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു അയൺകുളമുണ്ട്. അയൺകുളത്തിന്
കാരണം അയൺകോളത്തിൽ തട്ടിയുന്ന വില്ലേജ് ലൂട്ട് ചെയ്യുന്നതിൻ്റെ ഇല്ല. അങ്ങനെ നമ്മൾ ഫുഡ് എടുക്കില്ല. അപ്പോൾ വില്ലേജ് ലൂട്ട് ചെയ്യുന്നതിൻ്റെ ഇല്ല. വില്ലേജ് ലൂട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഉദ്ദേശിച്ച് വില്ലേജിൻ്റെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ എടുക്കുന്നു. ഇവരെ തല്ലി വന്നിട്ട് എടുത്തിട്ട് അയൺ കിട്ടി. അയൺ കിട്ടിയപ്പോൾ 5 അയൺ കിട്ടി. 5 അയൺ. ഇവിടെ ഇതത്രേ ഉള്ളൂ. ഒന്നും ഹെവിയിൽ എത്ര ഉള്ളൂ. ഇവിടെ കുറച്ച് വീറ്റ് ഉണ്ട്. വീറ്റ് എടുത്തിട്ട് ഇതൊക്കെ നട്ടങ്ങൾ വെച്ചാൽ കളക്ട് ചെയ്ത പാറ്റെല്ലാം 9 ഹെവിയിൽ കിട്ടിയിട്ടുണ്ട്. 9 വീറ്റ് കിട്ടിയിട്ടുണ്ട്. നീ 17 GB വെച്ച് അത്യാവശ്യം ഇതൊക്കെ ആക്കാൻ പറ്റും തോന്നുന്നു. ഫുഡൊക്കെ ആക്കാൻ പറ്റും തോന്നുന്നു. നമുക്ക് നമ്മുടെ അവിടെ പോവാറ് കോപ്പർ സ്മെൽറ്റാകുന്നത് ഒരുപാട് സ്മെൽറ്റൊക്കെ ആയിട്ടുള്ളൂ ഗേസ്. ഫ്യൂൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരുമല്ലോ. ഓക്കെ ഫുഡ് നമ്മളിനി എന്താ പറയുക എടുത്തിട്ട് അമ്പത്തിനാല് ബ്രെഡൊക്കെ ഉണ്ടാകും. കറക്റ്റായിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ ബാക്കിയില്ല. ഒന്നെണ്ണം പോലും ബാക്കി. ഇനി നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കിയിട്ട് ഒരു ബക്കറ്റ് കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ അയൺ ബാക്കി ഓർമ്മ. ഷീൽഡ് നമ്മൾ ഇവിടെ പിടിച്ചിട്ടുണ്ട്. ഓക്കെ സെറ്റ്. ഷീൽഡൊക്കെ പിടിച്ച് കോപ്പർ 15 ഉണ്ട്. 15 കൊണ്ട് നമുക്ക് കിട്ടെ. ഓക്കെ ഓക്കെ ഈ 15 കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ആർമറൊക്കെ ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയേക്കാം. ഹെൽമെറ്റ് ഉണ്ടാക്കാം, ബൂട്ട് ഉണ്ടാക്കാം. അത്രേ പറ്റുള്ളൂ. ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി നമുക്ക് ഉണ്ടാക്കണം. സൂപ്പർന്ന് കിട്ടട്ടെ. 8 ചെസ്റ്റിൽ ഉണ്ടാക്കാം. ഓക്കെ ഇനി അവിടെ നിന്ന് സാധനം വറക്കാൻ സമയത്ത് നമുക്ക് പോയിട്ട് വുഡൊന്ന് കളിക്കണം. എന്നാലും നമുക്ക് സ്റ്റിക്കൊക്കെ ഉണ്ടാക്കി ടൂൾസൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കോപ്പറിൻ്റെ നമുക്ക് വുഡൊക്കെ കളിക്കും. ഈ മരം വേണ്ടി ഇത് ഭയങ്കര അലമ്പാണ്. ഈ മരം അത് വെട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് വുഡ് കിട്ടും. പക്ഷേ ഭയങ്കര ഇതാണ്. മിക്ക ഭയങ്കര പ്ലേസിന് ഇഷ്ടമല്ല തോന്നുന്നു. എൻ്റെ രൂപം വെച്ച് പറയുകയാണെങ്കിൽ പതിനഞ്ചെണ്ണം 15 വുഡുണ്ട്. അത് മതിയാവും. ഉണ്ടാക്കാൻ പറ്റും. അതിന് 5 വന്നിട്ടുണ്ട്. 5 പോരാ, നമുക്ക് ഇനിയും വേണം. നല്ല സെറ്റപ്പ് നടക്കാൻ മറ്റേ ഇത് പാൻറ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 6 കൂടി കിട്ടിയാൽ പോയിട്ട് പാൻറ് ഉണ്ടാക്കാം. ഇനി ആ ടൂൾസിനെല്ലാം കൂടി ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ സെറ്റായി. ഇപ്പോൾ നമ്മൾ ഫുള്ള് കോപ്പർ ആർമർ ആൻഡ് ടൂൾസ് ആയില്ലേ. അല്ല കോപ്പർ ആർമർ ആൻഡ് ടൂൾസ് ആയാലും കോപ്പർ ആർമറായി. ഓക്കെ 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 ഫസ്റ്റ് തന്നെ നമ്മൾ കോപ്പർ ആർമറായി. നമുക്ക് ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് വെറുതെ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. കുഴപ്പമില്ല. സീനില്ല. കിടലം പ്ലേസാണ്. പക്ഷെ നമ്മൾ ബേസ് വെക്കുന്ന ഇവിടെ അല്ലല്ലോ. ഓക്കെ നമുക്കിവിടെ ചത്തിട്ട് പോവാം. വെറുതെ എന്താ പറയുക ഫുഡ് കഴിക്കണം. നമുക്ക് ഒന്നും കൂടി ഫസ്റ്റ് തൊട്ട് കീപ്പ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ചത്തിട്ട് പോവാം. ഇവിടുത്തെ വെള്ളം കുടിച്ചാവും.
നമ്മുടെ വേൾഡിൻ്റെ പേര് റാദി വേൾഡ് എന്നാണ്. നമ്മുടെ റാദി വേൾഡ് എന്നാണ് ഞാൻ പേരിട്ടേക്കുന്നത്. അങ്ങനെ അടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാനുള്ള ടൂൾസ് ഒക്കെ തന്നെ ഉണ്ടാക്കാം. ഒരു പിക്കാക്സ് നല്ല വാച്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അണ്ണം കിട്ടി ഒരു ഷവർ ഉണ്ടാക്കാൻ പറ്റും. ഒരു ഹോയ് ഉണ്ടാക്കാൻ പറ്റും. അണ്ണം കിട്ടി പിന്നെ ഒരു ഹോയ് ഉണ്ടാക്കാൻ പറ്റും. ആക്ഷൻ കൊണ്ട് ഉണ്ടാക്കിയാൽ മാത്രം മതി. അതിന് 3 ഫ്യൂല് ഓക്കെ. അപ്പോൾ ഇതിനകത്തൊരു ആഴ കൊടുത്തിട്ട് ശ്രമിക്കാം. ഇത് 3 കിട്ടിയാൽ നമുക്ക് ഇതുണ്ടാക്കാൻ സെറ്റപ്പ്. ഇത് എന്താ പറയുക, എപ്പോഴും സെറ്റപ്പ് എന്നാണ് മറ്റേ ആക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. ആക്ഷൻ ഉണ്ടാക്കാൻ കോപ്പർ ആർമർ ടൂൾസ് കംപ്ലീറ്റ് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ കോപ്പർ ആർമർ അതിൻ്റെ ടൂൾസ് ഉണ്ടാക്കി. ഓക്കെ അങ്ങനെ ഫൈനലി നമ്മൾ ഫുള്ള് കോപ്പർ ആർമർ ആൻഡ് ടൂൾസ് ആയിട്ടുണ്ട് ഫസ്റ്റ് എപ്പിസോഡിൽ. ഇനിയിപ്പോൾ നമുക്കെല്ലാം കെട്ടിപ്പറക്കി നമ്മളെ സ്ഥലത്തോട്ട് പോവാം. ഇത് എടുത്തിട്ട് നമുക്ക് അവിടെ സ്ഥലത്തോട്ട് പോകാം. നമ്മുടെ അവിടെയാണ് ബാക്കി പരിപാടി. നമ്മുടെ നാളത്തെ ഡ്യൂട്ടി വില്ലേജ് ലൂട്ട് ചെയ്യാന്ന് മാത്രമാണ്. വില്ലേജ് ലൂട്ട് ചെയ്യുക, 2 വില്ലേജ് നമുക്ക് ലൂട്ട് ചെയ്യണം. അതാണ് നമ്മുടെ നാളത്തെ ജോലി. മറ്റൊക്കെ ഒരു മൈനിങ് ഏരിയ കൊണ്ട് ഉണ്ടാക്കണം. നമുക്കവിടെ ബേസിലോട്ട് പോവാം. നമ്മുടെ സ്ഥലത്ത് അറിയാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. നിങ്ങളുടെ വീഡിയോ കാണാം. നൈറ്റ് ആവുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ബക്കറ്റ് എടുത്തിട്ട് നല്ല നടക്കണം. നല്ല കാര്യമുള്ളൂ. ഫുള്ളൂടെ നൈറ്റ് ആകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നൈറ്റാണ് കേസ്. അപ്പോൾ ഇവിടെ ഏരിയ ഫുൾ ഇറക്കി കിടന്നു സോംബീസ് ഇപ്പോൾ വരും. പട വരും കേസ്. പറക്കിപ്പട വരും. അപ്പോൾ എല്ലാവരും വേൾഡ് കപ്പ് കണ്ടെന്ന് വിചാരിക്കുന്നു. സ്പെയിനാണ് വേൾഡ് കപ്പ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇപ്രാവശ്യത്തെ.
ഓക്കെ നമുക്ക് ഒരു ചെസ്റ്റ് ഉണ്ടാക്കണം. ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് ബാക്കി റെഡി ചെയ്യണം. ചെയ്തിട്ട് വീട്ടിൽ വെക്കണം. ബെഡ് അതുപോലെ ഇവിടെ. ഓക്കെ നമ്മുടെ സെറ്റപ്പെല്ലാം റെഡി ആയിട്ട് ഇതൊക്കെ അതിനകത്ത് വെച്ചാൽ ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഗുഡ് ബൈ.